അതായത് പെരിന്തൽമണ്ണ നഗരസഭയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലാണ് UDF ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ചെയർപേഴ്സന്റെ ഭർത്താവ്, ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതാവ് കൂടിയായിട്ടുള്ള പച്ചീരി ഫാറൂഖ് ഇവിടെ ഒരു പരാതി കൊടുത്തിരുന്നു, ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5-ാം വാർഡില്. ആ വാർഡിൽ ഒരു പരാതി കൊടുത്ത് സെക്രട്ടറി പരാതിക്കാരന്റെയും അതുപോലെ തന്നെ ബിൽഡിംഗ് ഓണറുടെയും യോഗം വിളിക്കുകയാണ്. ആ യോഗത്തിനകത്ത് വെച്ചുകൊണ്ട് അയാളെ കയ്യേറ്റം ചെയ്യുകയാണ്. ആ ആള് പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റലില് ചികിത്സ തേടുകയാണ്. എങ്ങോട്ടേക്കാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ പോക്ക്? കേരളത്തിലെ UDF ഭരണവും പെരിന്തൽമണ്ണ നഗരസഭ തന്റെ ഭാര്യയാണ് ഭരിക്കുന്നതെന്ന് വിചാരിച്ച് ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും അങ്ങ് കൈകാര്യം ചെയ്യാന്നുള്ള ധാരണയിലേക്ക് ഇവിടുത്തെ UDF മാറിയിട്ടുണ്ട്. അത് കൗൺസിലിൽ ഉന്നയിക്കുമ്പോൾ മറുപടി ഇല്ലാത്ത ആളുകളായിട്ട് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ നടക്കാൻ പാടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പരാതിക്കാരൻ അല്ലെങ്കിൽ ഇവിടെ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുന്ന ഒരാളെ എങ്ങനെ തല്ലുക? അങ്ങനെയാണോ നമ്മളെ മുനിസിപ്പാലിറ്റി പ്രവർത്തിക്കേണ്ടത്? ഇവിടെ ഞങ്ങളും കുറെ കാലം ഭരണം നടത്തിയിരുന്നല്ലോ. ഏതെങ്കിലും ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇത് ഞങ്ങളാരും ഉന്നയിച്ചതല്ലല്ലോ, ഇന്നലെ ഇവിടെ നടന്നതാണ്. ഇവിടെ സെക്രട്ടറിയുടെ റൂമിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കാൻ പാടില്ല. ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ ജനങ്ങളോട് പറയും. ഇവിടെ നടന്നിട്ടുള്ളത് ഇന്നലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. പരാതി പറയുന്ന ആളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ വരുന്ന ആളുകൾക്കും ഇതാണ് അവസ്ഥ. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ഒരു കാരണവശാലും ഞങ്ങൾ തയ്യാറല്ല. പല ആളുകളും മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വരും. നമുക്കൊക്കെ പല ആളുകളോടും വിയോജിപ്പും അതുപോലെ തന്നെ യോജിപ്പും ഉണ്ടാവും. അങ്ങനെ വിയോജിപ്പുള്ള ആളുകളെ കൈകാര്യം ചെയ്തിട്ട് എങ്ങനെയാണ് പൊതുപ്രവർത്തനം നടത്തുക? അയാൾ ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവല്ലേ, സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റ് അല്ലേ? അതുമാത്രമാണോ? തന്റെ ഭാര്യ ചെയർപേഴ്സണായി ഇരിക്കുന്നതിന്റെ അഹങ്കാരം കൊണ്ടല്ലേ അയാളെ കൈകാര്യം ചെയ്യുന്നത്? കേരളത്തിൽ UDF ആണ് ഭരിക്കുന്നത് എന്നുള്ള ധാരണ കൊണ്ട്. അപ്പൊ ഇതൊന്നും വെച്ചു കുറിപ്പിക്കാൻ ഞങ്ങള് തയ്യാറല്ല. ഇത് ഞങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയും. ഇത് കൃത്യമായിട്ട് അത് അയാള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസെടുക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടക്കും. ഇനി ഇത്തരത്തിലുള്ള മുസ്ലിം ലീഗിന്റെ ആളുകൾക്ക് ഇവിടെ തോന്നുന്നത് പോലെ വന്ന് ഭരണം നടത്താനുള്ള സ്ഥലമല്ല പെരിന്തൽമണ്ണ നഗരസഭ എന്ന് ഞങ്ങൾ ആദ്യം പറയുന്നുണ്ട്. ഇവിടെ പല ആളുകളുടെയും ഭർത്താക്കന്മാരും ഭാര്യമാരും കയറി വരിക, ഇവിടെ പല കേന്ദ്രങ്ങളിൽ നിന്നും ഭരണം നടത്തുക, അത് ഉണ്ടാവാൻ പാടില്ല. ഇവിടെ തെരഞ്ഞെടുത്തൊരു ചെയർപേഴ്സൺ ഉണ്ട്, അതിന് ബന്ധപ്പെട്ട വൈസ് ചെയർമാൻ ഉണ്ട്. അവര് ഭരിക്കട്ടെ, അവര് ഭരണം നടത്തട്ടെ. എന്തിനാ മറ്റുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ ഭരണം നടത്തുന്നത്? അവർക്കപ്പോ വേറെ എന്തെങ്കിലും ലാഭകരമായിട്ടുള്ള വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും. അതുകൊണ്ടല്ലേ അവിടെ ഇവിടെ അങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത്. അപ്പൊ ഇത് അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. പഴയ സ്വർണ്ണമോർത്ത് ഇനി വിഷമിക്കേണ്ട. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇതാ മൺസൂൺ ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവലും NRI ഫെസ്റ്റും. നിങ്ങളുടെ പഴയ സ്വർണം ഇപ്പോൾ 100% മൂല്യത്തോടെ ഒട്ടും നഷ്ടമില്ലാതെ മാറ്റിവാങ്ങാം. 1 പവന് 1000 രൂപ അധിക ലാഭവും. കൂടാതെ വെറും 5% നൽകി ഇപ്പോൾ അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത ദിവസത്തെ വിലയോ വാങ്ങുന്ന ദിവസത്തെ വിലയോ ഏതാണോ കുറവ്, ആ കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം. ഫ്രീ ഇൻഷുറൻസും ലൈഫ് ടൈം മെയിന്റനൻസും ഇതോടൊപ്പം ലഭിക്കുന്നു. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പഴയത് മാറ്റി പുത്തൻ തിളക്കത്തോടെ മടങ്ങൂ.